ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചില പ്രധാനപ്പെട്ട കായിക മത്സരങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. ഒന്നാമത്തെ ഇനമായ അമ്പെയ്ത്ത്. ലോകത്തിൽ ഏറ്റവും പുരാതനമായ കായിക വിനോദമാണ് ആർച്ചറി അഥവാ അമ്പെയ്ത്ത്. 1931 പോളണ്ടിലാണ് ആധുനിക രീതിയിലുള്ള അമ്പെയ്ത്ത് മത്സരങ്ങൾ തുടങ്ങുന്നത്. രണ്ടാമതായി അത്ലറ്റിക്സ്. ഓട്ടം, ചാട്ടം, ഏറ് എന്നീ ഇനങ്ങളിലെ മത്സരങ്ങളെ മുഴുവൻ ചേർത്ത് വിളിക്കുന്ന പേരാണ് അത്ലറ്റിക്സ്. 3000 വർഷം മുമ്പ് പ്രാചീന ഒളിമ്പിക്സിൽ തന്നെ അത്ലറ്റിക്സ് ഇനങ്ങൾ പ്രധാന മത്സരമായിരുന്നു. ആധുനിക അത്ലറ്റിക്സ് മത്സരങ്ങൾ തുടങ്ങിയത് 1849 ലണ്ടനിലാണ്. അത്ലറ്റിക്സ് ഇനങ്ങൾ വിവിധ ഇനം ഓട്ട മത്സരങ്ങൾ, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, പോൾ വോൾട്ട് എന്നീ ചാട്ട മത്സരങ്ങൾ, ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഹാമർ ത്രോ എന്നീ ഏറ് ഇനങ്ങൾ എന്നിവയാണ് പ്രധാന അത്ലറ്റിക്സ് ഇനങ്ങൾ. അടുത്തൊരു ഇനമാണ് മാരത്തൺ. പൊതുനിരത്തുകളിൽ നടത്തുന്ന 42 കിലോമീറ്റർ ദീർഘദൂര ഓട്ട മത്സരമാണ് മാരത്തൺ. 1896 ആഥൻസ് ഒളിമ്പിക്സ് മുതലാണ് ഇത് മത്സര ഇനമായത്. അടുത്തൊരു ഇനമാണ് ബോക്സിംഗ്. 5000 വർഷം പഴക്കമുള്ള കായിക വിനോദമാണ് ബോക്സിംഗ്. ഇന്നത്തെ രീതിയിലുള്ള ബോക്സിംഗ് അവതരിപ്പിച്ചത് 17ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ്. അടുത്തൊരു ഇനമാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ്. പ്രത്യേക നിയമങ്ങൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഭാരം ഉയർത്തുന്നയാൾ വിജയിക്കുന്ന മത്സരമാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ്. ഒളിമ്പിക്സിലെ പ്രധാന ഇനങ്ങളിൽ ഒന്നാണ് ഇത്. അടുത്ത കായിക മത്സരത്തിലേക്ക് പോകും മുമ്പായി ഓർഗാനിക് പ്രോഡക്റ്റായ വൈറ്റ് ടീയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇതൊരു റിച്ച് ആൻറ്റി ഓക്സിഡന്റ് ടീ ആണ്. ഇത് കുടിക്കുന്നത് വഴി തൈറോയ്ഡ് ഹോർമോൺ റെഗുലേറ്റ് ചെയ്യാനും ഓവറായിട്ടുള്ള വണ്ണം കുറയ്ക്കാനും നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും പെട്ടെന്ന് ഏജിങ് ആവുന്നത് ഡിലേ ചെയ്യാനും തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങൾ നമുക്ക് വൈറ്റ് ടീ വഴി കിട്ടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓവറോൾ ഹെൽത്തിന് പറ്റിയ ഒരു ടീ ആണ് നമ്മുടെ വൈറ്റ് ടീ. ഇത് ഓർഡർ ചെയ്യാനായി കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വൈറ്റ് ടീ സ്വന്തമാക്കൂ, ആരോഗ്യം നിലനിർത്തൂ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ആറാമത്തെ ഇനമാണ് റെസ്ലിംഗ്, അതായത് കുസ്തി. കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന മൽപിടുത്ത മത്സരമാണ് റെസ്ലിംഗ്. 2700 വർഷം മുമ്പ് തന്നെ ഒളിമ്പിക്സിൽ റെസ്ലിംഗ് മത്സര ഇനമായിരുന്നു. ടിവിയിൽ സാധാരണ കാണുന്ന തടിയന്മാരുടെ അടിപിടി യഥാർത്ഥ റെസ്ലിംഗ് അല്ല, അതൊരു അഭിനയം മാത്രമാണ്. അടുത്തൊരു ഇനമാണ് ഷൂട്ടിംഗ്. മുൻകൂട്ടി തീരുമാനിച്ച സ്ഥലത്ത് കൃത്യമായി വെടിവെച്ച് കൊള്ളിക്കുന്നയാൾ വിജയിക്കുന്ന മത്സരമാണ് ഷൂട്ടിംഗ്. റൈഫിൾ ഷൂട്ടിംഗ്, പിസ്റ്റൾ ഷൂട്ടിംഗ് തുടങ്ങിയ 15 വ്യത്യസ്ത ഷൂട്ടിംഗ് മത്സരങ്ങൾ ഒളിമ്പിക്സിൽ ഉണ്ട്. 1896 ഷൂട്ടിംഗ് ഒളിമ്പിക്സ് ഇനമായത്. നീന്തൽ. 2000 വർഷം മുമ്പ് ജപ്പാൻകാരാണ് നീന്തൽ മത്സര ഇനമാക്കിയത്. 1603 ജപ്പാൻ അവരുടെ രാജ്യത്ത് നീന്തൽ മത്സരങ്ങൾ തുടങ്ങി. ആധുനിക ഒളിമ്പിക്സ് തുടങ്ങിയപ്പോൾ നീന്തൽ മത്സര ഇനമായി ഉൾപ്പെടുത്തി. 1908 രാജ്യാന്തര നീന്തൽ സംഘടന രൂപീകരിച്ചതോടെ നീന്തൽ ലോകമെങ്ങും കായിക ഇനമായി. അക്വാറ്റിക്സ്. നീന്തൽ, വാട്ടർ പോളോ, ഡൈവിംഗ് എന്നീ മത്സര ഇനങ്ങളെ ചേർത്ത് അക്വാറ്റിക്സ് എന്നാണ് വിളിക്കുന്നത്. അടുത്തൊരു ഇനമാണ് ജിംനാറ്റിക്സ്. വ്യായാമ മുറകൾ പ്രദർശിപ്പിക്കുന്ന മത്സരമാണ് ജിംനാറ്റിക്സ്. പ്രാചീന ഒളിമ്പിക്സിൽ തന്നെ ജിംനാറ്റിക്സ് മത്സരം ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസാന ഇനമാണ് ജൂഡോ. മൽപിടുത്തത്തോട് സാമ്യമുള്ള കായിക മത്സരമാണ് ജൂഡോ. എതിരാളിയെ മലർത്തിയടിച്ചോ പൂട്ടിയോ കീഴടക്കുന്നയാളാണ് വിജയ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.